കിഫ്ബിക്ക് ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറയുന്നുണ്ട്. അതിന്റെ വയലേഷന്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായിട്ട് ഇത് പറയുന്നത്. ഒരു ഭൂമി രണ്ട് തരത്തിലുള്ള ഏറ്റെടുക്കലും വാങ്ങലും, വ്യക്തി, ഏജൻസി, സ്ഥാപനം വാങ്ങുന്നതും രണ്ടും രണ്ടല്ലേ? ഏറ്റെടുക്കുന്നതിനും വാങ്ങുന്നതിനും നിയമങ്ങളും രീതികളും രണ്ടല്ലേ? അരുൺകുമാർ, താങ്കളൊന്ന് വിശദീകരിക്കൂ, അതുമാത്രം. പൂർണ്ണമായും രണ്ടും രണ്ടാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട കോടതിയിൽ എന്തുകൊണ്ടാണ് അന്വേഷണം പൂർത്തീകരിച്ച് ഞങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ പോവുകയാണെന്നുള്ള വിവരം ഇഡിയുടെ അഭിഭാഷകൻ പറയാത്തത്? അങ്ങനെ പറഞ്ഞാൽ കോടതി സ്വാഭാവികമായും ചോദിക്കും, എന്താണ് നിയമവിരുദ്ധത നിങ്ങൾ കണ്ടെത്തിയത്? കഴിഞ്ഞ 2 കൊല്ലമായി ഹൈക്കോടതി നിരന്തരം ചോദിച്ചിട്ടും ഏതെങ്കിലും സമൻസ് അയക്കാനുള്ള കാരണം പോലും പറയാൻ കഴിയാത്ത കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇഡി അന്വേഷണത്തിനിടയിൽ ചോദ്യം ചെയ്യാതെ, അതായത് തോമസ് ഐസക്കിനെ വിളിച്ചു വരുത്താതെ, അദ്ദേഹം ഹാജരാക്കുന്ന ഒരു രേഖയും പരിശോധിക്കാതെ തന്നെ ഞങ്ങൾ അന്വേഷണം പൂർത്തീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇന്നത് കണ്ടെത്തി. എന്നാൽ എന്താണ് കണ്ടെത്തിയെന്ന് ചോദിക്കും. അപ്പോൾ കണ്ടെത്തിയത് വിശദീകരിക്കുമ്പോൾ ചോദിക്കും, ഇത് വിൽപ്പനയാണോ, വാങ്ങലാണോ, അതോ ഏറ്റെടുക്കലാണോ? ഇപ്പോൾ ഒരു ഭൂമി വാങ്ങുന്നു, ആ വാങ്ങുന്ന ഭൂമി ഇഷ്ടം പോലെ വിൽക്കാം, പാർട്ടായിട്ട് വിൽക്കാം, പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ അത് കൊണ്ടുപോയി ബാങ്കിൽ ലോൺ വെച്ച് വീണ്ടും എടുക്കാം, ഡോക്യുമെന്റ് കൊണ്ടുപോയി വെച്ച് ലോൺ എടുക്കാം, വാങ്ങുന്ന ഭൂമിയാണെങ്കിൽ. ഏറ്റെടുക്കുന്ന ഭൂമി എന്താ? 2013 പാർലമെന്റ് പാസാക്കിയ ഫെയർ കോമ്പൻസേഷൻ ആക്ട് പ്രകാരം ഞങ്ങളത് ദേശീയപാതയുടെ വീതി കൂട്ടലിന് ഇത്ര സെന്റ് ഏറ്റെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു റോഡ് വെട്ടാൻ ഇത്ര ഏറ്റെടുക്കാൻ പോകുന്നു, അതിന് നാട്ടേക്കമുള്ള വില ഇത്ര, ഏറ്റെടുക്കാൻ പോകുന്ന വില ഇത്ര എന്ന് നോട്ടിഫൈ ചെയ്ത് അത് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അത് വാങ്ങുന്നതും ഏറ്റെടുക്കുന്നതും രണ്ടും രണ്ടാണ്. ഇവിടെ 2018 റൂള് പ്രകാരം ഇവിടെ ഭൂമി വാങ്ങാൻ ഈ പണം ഉപയോഗിക്കാൻ പാടില്ല. റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ആ പണം ഉപയോഗിക്കാൻ പാടില്ല. അത് നെഗറ്റീവ് എന്ന രൂപത്തിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ 2019 ഈ നിയമത്തിന്റെ ആ ഖണ്ഡികയെല്ലാം എടുത്തു കളഞ്ഞു, ആ നിയമം എടുത്തു കളയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ എന്നിരുന്നാലും എങ്ങനെ ആയാൽ പോലും ഇവിടെ കിഫ്ബി ഭൂമി ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ ഇത് പറയാം, നെഗറ്റീവ് ലിസ്റ്റ് ഫോർ വിച്ച് ഇത് cannot be utilized would include the following real estate activities ആണ് ആയിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ റിയൽ എസ്റ്റേറ്റ് ആക്ടിവിറ്റീസ് ഇവിടെ നടന്നിട്ടേ ഇല്ല. ഇത് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ വന്നിരുന്നു പറയുന്നത് വാങ്ങലും വിൽക്കലും ഏറ്റെടുക്കുന്നതും എല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് നടന്നു എന്ന രൂപത്തിലാണ്. ആധികാരികമായി പറയുന്നു, കിഫ്ബി ഒരു തുണ്ട് ഭൂമി പോലും വാങ്ങിയിട്ടില്ല. 2013 ഫെയർ കോമ്പൻസേഷൻ ആക്ട് പ്രകാരം ഏറ്റെടുക്കുകയാണ്. അതിന് എല്ലാ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും നിർവഹിച്ചിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്.